ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇൻസ്റ്റമൊജോയിൽ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പേയ്മെൻറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ഇൻസ്റ്റമൊജോ വഴി ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഗൂഗിൾ പേയിലെ നമ്പർ അങ്ങോട്ട് കൊടുത്താൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പല തരക്കാരുണ്ടാവും. ചിലവർക്ക് എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവരത് കംഫർട്ടബിൾ ആയിരിക്കും ഏതൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്താലും. പക്ഷേ ചിലവർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ PayTM നമ്പർ കൊടുത്താൽ അവർക്കത് അറിയുണ്ടാവില്ല, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയുണ്ടാവില്ല. മിക്ക വീട്ടമ്മമാരും ചോദിക്കുന്നത് COD ഉണ്ടോ, അത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളതാണ് മിക്ക വീട്ടമ്മമാരും ചോദിക്കുന്ന സ്ഥിരം ചോദ്യം. അപ്പോൾ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഇൻസ്റ്റമൊജോ എന്നുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാരണവും. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു പീരീഡിൽ ഞാൻ ഈ ഒരു സൈറ്റാണ് അധികവും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലിങ്കാണ് കൊടുക്കുക. അപ്പോൾ അവർ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും അവർക്ക് എളുപ്പം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല, നെറ്റ് ബാങ്കിങ് ഉള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു ബിസിനസ് എന്ന നിലക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കസ്റ്റമേഴ്സും അത്രയും വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിങ്ങളുടെ കയ്യിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ ലൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാരണം നേരത്തെ പറഞ്ഞ പോലെ അതുതന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ instamojo.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്രൗസറിൽ. അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈൻ അപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കൺസ്യൂമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ള വഴി വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയും സൈനപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ വഴിയാണ് സൈനപ്പ് ചെയ്തത്. ഞാൻ എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ അടിക്കുക. ഇപ്പോൾ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുണ്ടാവും. ആ OTP എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റമൊജോ പേയ്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ യൂസർ നെയിം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് അവർ പറയും. അതിനുശേഷം ഇവിടെ എന്ത് ടൈപ്പ് ബിസിനസ്സാണ് നിങ്ങളുടേതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രൊപ്പറേറ്റർ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കുക. യുവർ ബിസിനസ് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനകത്ത് നിങ്ങളുടെ കാറ്റഗറി, ബിസിനസ് കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലെല്ലാ തരം ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഈവൻ ചാരിറ്റിക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ട് എടുക്കാനായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ലിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇനി സെലക്ട് ചെയ്യുന്നത് സബ് കാറ്റഗറിയാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൻ കാറ്റഗറീനെ ബേസ് ചെയ്ത് സബ് കാറ്റഗറി അതിൽ കാണിക്കും. അതിനുശേഷം എസ്റ്റിമേറ്റ് ഏകദേശം ഒരു കൊല്ലത്തിൽ നിങ്ങൾ എത്രയാണ് സമ്പാദിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരു എസ്റ്റിമേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡേറ്റ് എന്നാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. യെസ് എന്നുള്ള ഓപ്ഷൻ അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഈ ഒരു പേജിൽ കൊടുക്കുന്ന പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക. കാരണം നിങ്ങൾക്കിനി ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ തന്നെ കൊടുക്കുക. ഇപ്പോൾ ബിസിനസ്സിന് പാൻ കാർഡ് ഇല്ലെങ്കിൽ വിഷയമല്ല, നിങ്ങളുടെ സ്വന്തം പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, പിൻകോഡ് അടിച്ചു കൊടുക്കുക. GST രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ GSTIN എന്നുള്ള ഓപ്ഷൻ്റെ താഴെ നിങ്ങൾക്ക് ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഭൂരിഭാഗം പേരും അത് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് എനിവേ ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്ട്സ് ആണോ സർവീസ് ആണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കുക. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇനി നിങ്ങളുടെ ബാങ്ക് IFSC കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ പാസ്ബുക്കിൽ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റമജോൻ്റെ ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് ഇൻസ്റ്റമജോ അവരുടെ കമ്മീഷനായിട്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. അതിന് കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ പറയുന്നത് 10,000 രൂപ വരെ നിങ്ങൾക്ക് KYC, അതായത് നോ യുവർ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ശേഷം പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആധാർ കാർഡും അതേപോലെ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തു. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ക്രിയേറ്റ് പേയ്മെൻറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ക്വിക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടും സ്മാർട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടും. ക്വിക്ക് ലിങ്കിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പേയ്മെൻറ്റ് നിങ്ങൾ മേടിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ചോദിച്ച ചോദ്യം. അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്ര എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലിങ്ക് റെഡിയാണെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് അയച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ SMS ഇമെയിൽ വഴിയോ ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് അയക്കാനായിട്ട് പറ്റും. അതിനുശേഷം പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, പേ ബട്ടൺ ആയിട്ട്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പേ ബട്ടൺ ആയിട്ട് നിങ്ങൾക്കിത് ഈ ഒരു ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് QR കോഡാണ്. ഈ QR കോഡ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് സ്കാൻ ചെയ്ത് അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ് ലിങ്ക്സും കാണാനായിട്ടുള്ള ഓപ്ഷനാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവർ കാണുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനാണ്. ഇവിടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരുടെ നെയിം, ഇമെയിൽ ID, അതേപോലെ തന്നെ ഫോൺ നമ്പർ എന്നുള്ള കാര്യങ്ങൾ അതിനുശേഷം അവർക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവർ ടൈപ്പ് ചെയ്ത് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമെയിലായിട്ട് കിട്ടും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് ഡിസ്പാച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി ആ ഒരു ലിങ്ക് പ്രസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ട്സോ സർവീസസോ അവൈൽ ചെയ്യാനായിട്ട്